എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്ന് രാത്രിയിലെ കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ വ്ളോഗ് കാണുമെന്ന പ്രതീക്ഷയോടെ ഞാൻ തുടങ്ങുകയാണ്. അപ്പം മോൾക്ക് ചോറൊന്നും വേണ്ട എന്ന് പറഞ്ഞു, പാസ്ത ഉണ്ടാക്കി കഴിക്കാമെന്ന് പറഞ്ഞു. ചോറും സാമ്പാറും അവിയലൊക്കെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അതൊന്നും വേണ്ട രാത്രി എന്ന് പറഞ്ഞിട്ട് മോൾ തന്നെ അവൾക്കുള്ള പാസ്ത റെഡിയാക്കുകയാണ് കേട്ടോ. അപ്പോൾ ഏട്ടൻ പിന്നെ രാത്രി ഗോതമ്പിൻ്റെ എന്തെങ്കിലും ആണ്, കഞ്ഞിയോ ചപ്പാത്തിയോ കൊഴുക്കട്ട അങ്ങനെ എന്തെങ്കിലും കഴിക്കുക. അപ്പം ഇന്ന് കഞ്ഞി മതി എന്ന് പറഞ്ഞിട്ട് കഞ്ഞിയും റെഡിയാക്കുകയാണ്. അപ്പോൾ കഞ്ഞി മോള് പിന്നെ തക്കാളിയൊക്കെ ഒന്ന് അരിഞ്ഞു, പിന്നെ ഉള്ളി സംഭവങ്ങളൊക്കെ വാട്ടിയിട്ട് പിസ്ത വേവിച്ച് വെച്ചത് അതിലേക്ക് ഇടുകയാണ് കേട്ടോ. അപ്പോൾ കഞ്ഞി ഇത് റെഡിയായി കൊണ്ടിരിക്കുന്നുണ്ട്. കഞ്ഞി ഞാൻ ഈ കൊഴുപ്പ് വേണ്ടാന്ന് വിചാരിച്ച് കഞ്ഞിയുടെ ആദ്യം വെന്ത വെള്ളം ഞാൻ ഊറ്റിക്കളഞ്ഞിട്ട് പിന്നെ ഒന്നും കൂടി വെള്ളം ഒഴിച്ച് തിളപ്പിച്ചിട്ടാട്ടോ കൊടുക്കുക. ഗ്രില്ലും കൊണ്ട് തുറക്കാൻ കാത്തു നിൽക്കും പൂച്ചക്കുട്ടികളകത്തേക്ക് കയറാൻ വേണ്ടിയിട്ട്. ഇവിടെ 2-3 പൂച്ചകളുണ്ട്. അവർ ആ ഗ്രില്ലിട്ട് തുറന്ന് ആരെങ്കിലും ഒന്നിട്ട് തുറന്ന് അപ്പോൾ പിന്നാലെ ഓടി വരികയാണ്. അപ്പോൾ ഞാൻ അതൊന്ന് വീഡിയോ എടുത്തപ്പോൾ പൂച്ചൻ്റെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കുകയാണ്. ഈ തുണിയിൽ ഇങ്ങനെ കിടക്കുക ചെയ്യാട്ടോ അവർ. പിന്നെ ഞാൻ ഗ്രില്ലിങ്ങോട്ട് അടച്ചിട്ട് അകത്തേക്ക് പോന്നു. രാത്രി ഭക്ഷണം ഒക്കെ കൊടുക്കുമ്പോൾ പിന്നെ അവർ ഇവിടെ തന്നെ അങ്ങനെ കിടക്കും. അപ്പോൾ മോളുടെ ഭക്ഷണം ഉണ്ടാക്കലൊക്കെയാണ് ഏട്ടൻ കൂലിയൊക്കെ കഴിഞ്ഞിരുന്ന് ഫോൺ ചെയ്യുന്നുണ്ട്. അപ്പോൾ മോള് വീട്ടിലുള്ള എല്ലാ പൊടികളും എടുത്തിട്ടുണ്ട്. മല്ലിപ്പൊടി, മുളക് പൊടി, കസ്തൂരി മേത്തി ഒക്കെ എടുത്തിട്ടിട്ട് ആകെ കുളമാക്കി. അതിന് എന്തോ ഒരു പുളി ഉണ്ട് എന്ന് പറഞ്ഞിരുന്നു കേട്ടോ അത് കഴിക്കുന്ന നേരത്ത്. അപ്പോൾ ഞാൻ പറഞ്ഞു എന്നാൽ അത് വേണ്ട, ചോറും ഉണ്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ അതൊന്നും വേണ്ട പറഞ്ഞിട്ട് ഇതന്നെ വീട്ടിൽ നിന്ന് കഴിച്ചായിരുന്നു. അപ്പോൾ എല്ലാവരും ഉമ്മർത്തിരുന്നിട്ട് TV കണ്ടിട്ടാണ് കേട്ടോ ഭക്ഷണം കഴിക്കുക. ഇതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ ഞാൻ ഈ ചാനലിൽ തന്നെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇഷ്ടമാവുകയാണെങ്കിൽ എൻ്റെ വീഡിയോ ഒന്ന് സപ്പോർട്ട് ചെയ്യണം, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ മോളിത് പാസ്ത ഉണ്ടാക്കി ഇരിക്കുന്നുണ്ട്. ഇതേ രൂപത്തിലാണ് കിട്ടിയത്. കാണാൻ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല, പക്ഷെ കഴിക്കുമ്പോൾ എന്തോ ഒരു പുളി ഉണ്ടെന്ന് പറഞ്ഞിരുന്നു. തക്കാളി അധികം അരച്ച് പേസ്റ്റ് ഒഴിച്ചിട്ടാവണം. എന്നിട്ട് പിന്നെ മോളത് കഴിക്കുകയാണ്. ഏട്ടൻ കഞ്ഞി, എല്ലാവരും TVയും കണ്ട് ഉമ്മർത്തിരുന്നിട്ടാണ്. പിന്നെ ഞാൻ ചോറും സാമ്പാറും അവിയലും ഒക്കെ കഴിച്ചു. അതൊക്കെ ചോറൊക്കെ വെച്ചത് പിന്നെ കളയാൻ പറ്റില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അതുതന്നെയാണ് എടുത്തത്. കഞ്ഞിക്ക് കേബേജ് ഉപ്പേരിയും അവിയലും ഉണ്ടായിരുന്നു. പിന്നെ അച്ചാർ വേണ്ട എന്ന് പറഞ്ഞു. ഇത്രയൊക്കെയായിരുന്നു കഞ്ഞിയുടെ കറികൾ. പിന്നെ എൻ്റെ ചോറാണ്. ചോറും ഇതൊക്കെ രാവിലെ വെച്ച ഭക്ഷണം തന്നെ കേട്ടോ. രാത്രി ചോറൊക്കെ അതുതന്നെയായിരുന്നു, കളയാൻ വയ്യാന്ന് വിചാരിച്ചിട്ട്. പിന്നെ പാത്രങ്ങളും ഒക്കെ കഴുകി. എല്ലാവരും 3 ആളും 3 തരം ഭക്ഷണമാണ്. അതുകൊണ്ട് പാത്രമൊക്കെ കുറേ ഉണ്ടായിരുന്നു, അതൊക്കെ എടുത്ത് കഴുകി. പുറത്താണ് കേട്ടോ ഞങ്ങൾക്ക് പാത്രം കഴുകാനുള്ള ഒരു സൗകര്യം. അകത്തുണ്ട്, പക്ഷെ ഞാനത് ഉപയോഗിക്കാറില്ല. അതിന് ബ്ലോക്ക് ആവണ്ടെന്ന് വെച്ചാൽ എപ്പോഴും പുറത്ത് കൊണ്ടുപോയിട്ടാണ് കഴുകുക. പിന്നെ ചുക്കുകളിലൊക്കെ ഫില്ല് ചെയ്ത് വെച്ചു ജഗ്ഗിലേക്ക്. പിന്നെ നമ്മളുടെ കൗണ്ടർ ടോപ്പും ഗ്യാസും ഒക്കെ ഒന്ന് വൃത്തിയാക്കി. അപ്പോൾ ഇതൊക്കെയാണ് രാത്രിയിൽ ഇവിടുത്തെ വിശേഷങ്ങൾ കേട്ടോ. അപ്പോൾ അത് രാത്രി വിശേഷങ്ങൾ എല്ലാവർക്കും ഇഷ്ടമാവുകയാണെങ്കിൽ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. രാത്രിയിലത്തെ പണികളൊക്കെ കഴിഞ്ഞ് ഇനി നമുക്ക് നാളെ രാവിലെ കാണാം. അടുക്കളയൊക്കെ ക്ലീൻ ചെയ്തിട്ട് ഗ്യാസും ഇതൊക്കെ ക്ലീൻ ചെയ്തിട്ടാലല്ലേ നമുക്ക് രാവിലെ വരുമ്പോൾ ഒരു വൃത്തിയായിട്ട് നമുക്ക് അടുക്കളയിൽ ജോലിയൊക്കെ ചെയ്യാൻ തന്നെ തോന്നുള്ളൂ. പിന്നെ ഡൈനിങ് ടേബിളൊക്കെ നന്നായി തുടച്ചിട്ടു. അതിനുശേഷം ഞാൻ പല്ലൊക്കെ തേച്ച് വന്നിട്ടാണ് പിന്നെ ഗ്രില്ലൊക്കെ പൂട്ടി അകത്തേക്ക് കയറുക. ഇത് ഏട്ടൻ ദുബായിലുള്ള സമയത്ത് കൊണ്ടുവന്നതാണ് കേട്ടോ ഈ ബ്രഷ് ഇടുന്നത്. അതുകൊണ്ട് ഇത് പുറത്ത് വയ്ക്കുമ്പോൾ പൊടിയോ പാറ്റ അങ്ങനത്തെ ഒന്നും വന്നിരിക്കില്ല. എപ്പോഴും ഇങ്ങനെ കവർ ചെയ്ത് വയ്ക്കും. അത് കൊടന്ന് വന്നിട്ട് കുറേ ആയി, ഇപ്പോഴാണ് അത് ഉപയോഗിക്കുന്നതെന്ന് മാത്രം. അപ്പോൾ രാത്രിയിലെ ഗ്രില്ലും ഇതൊക്കെ പൂട്ടി നമ്മൾ അടുക്കളയിലേക്ക്
അടുക്കളയുടെ വാതിലും ഒക്കെ അടച്ചു. ഇനി നാളെ തുറക്കാമെന്ന പ്രതീക്ഷയിലെല്ലാം അടച്ചു. പിന്നെ ഉമ്മറത്തെ ലൈറ്റും കാര്യങ്ങളും ഒക്കെ കെടുത്തി. പിന്നെ ഏട്ടൻ കിടക്കാൻ റെഡിയായി. മോളാണെങ്കിൽ അവിടെ ഇരുന്ന് പഠിച്ചിട്ട് അവിടെ തന്നെ ക്ഷീണമാണ് എന്ന് പറഞ്ഞിരിക്കുകയാണ്. രാവിലെ സ്കൂളിലേക്കൊക്കെ പോകണതല്ലേ. അപ്പോൾ മോള് ക്ഷീണിച്ചിട്ട് വയ്യാന്നും പറഞ്ഞ് രാത്രി പഠിക്കണോടെ തന്നെ തല ചായ്ച്ചിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി നാളെ കാണാം. ടാറ്റാ, ബൈ ബൈ.